ദാണ്ട് ഈ സോഫ്റ്റ് ലെയറായിട്ടുള്ള ഈ റൊട്ടി ഞാൻ നമ്മുടെ ചോറ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ചോറ് മാത്രമല്ല കേട്ടോ, ഒരു 5 കപ്പ് മൈദയ്ക്ക് ഒരു 1.5 കപ്പ് ചോറെടുത്ത അതേ കപ്പിന് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്താണ് ഞാൻ നമ്മുടെ ചോറ് അരച്ചെടുത്തത് കേട്ടോ. അത് നമ്മുടെ മൈദയിലേക്ക് ഒഴിച്ച് നന്നായിട്ടങ്ങ് മിക്സ് ആക്കണം. കുറച്ച് ഓയിലും കൂടെ അപ്ലൈ ചെയ്യാൻ മറന്നു പോയത് കേട്ടോ. ഇത് അധികം നേരം റെസ്റ്റ് ഒന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നേരെ നമ്മൾ ചപ്പാത്തി പലകയെടുത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ബോൾസ് ഉണ്ടല്ലോ, അത് ഇതേപോലെ അങ്ങ് പരത്തിയെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കുറച്ച് പൊടിയും കൂടി ഇട്ട് വേണ്ട ഇതേപോലെ അങ്ങ് മടക്കിയെടുക്കണം. നമ്മൾ ഉണ്ടാക്കിയെടുത്ത എല്ലാ ബോൾസും ഇതേപോലെ മടക്കിയിട്ട് അത് ഒന്നുകൂടി ഒന്ന് പരത്തിയെടുക്കണം കേട്ടോ. പിന്നെ പേടിയൊന്നുമില്ല, അത് ഒന്ന് ചുട്ടെടുക്കുക. ഈ ടൈമിൽ കുറച്ച് എണ്ണ കൂടി തടവി കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ വേണ്ട ഇതേപോലത്തെ സോഫ്റ്റ് ലെയറായിട്ടുള്ള റൊട്ടി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. മുട്ടക്കറിയോ ഉള്ളിക്കറിയോ ചിക്കൻ ഫ്രൈയോ എന്തിൻ്റെ കൂടെയും നമുക്കിത് കഴിക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ്.